പറ്റുമെങ്കിൽ സന്ധ്യാനമസ്കാരം കൂടെ കൂടി രാത്രി പ്രാർത്ഥന വീട്ടിൽ നിർവഹിച്ച് 51 സങ്കീർത്തനമൊക്കെ ചൊല്ലി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരണം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കമുണ്ട്. സ്വീകരിച്ചു കഴിഞ്ഞോ പിന്നെ എന്തും പറയാം എന്നൊരു ചോദ്യമുണ്ടോ? ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കം ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ പവിത്രതയോടെ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, മറ്റുള്ള ഓർത്തഡോക്സ് സഭകളിൽ, പ്രത്യേകിച്ച് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളുടെ മറ്റ് സഭകളിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ കുറേ നേരത്തേക്ക്